ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഒരു ഷോപ്പിഫൈ പ്രോഡക്റ്റിന്, അതായത് ഒരു ചെറിയ സ്മോൾ ഷോപ്പിന് എങ്ങനെ ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഓൾറെഡി ബാർകോഡ് ഇല്ല, നമുക്കൊരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് എങ്ങനെ ബാർകോഡ് ഇടാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ഈ പ്രോഡക്റ്റ്സ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ 3 മെയിൻ കാറ്റഗറി ഉണ്ടെന്ന് വയ്ക്കുക. വുമൺ, മെൻ, ആക്സസറീസ്. അതുപോലെ തന്നെ ഓരോ വുമൺസിൻ്റെ അകത്ത് ഒരു സബ് കാറ്റഗറി ആയിട്ട് ടീഷർട്ട്, അങ്ങനെ പല കാറ്റഗറിയും ഉണ്ട്. അതുപോലെ മെൻസിൻ്റെ അകത്തും പല കാറ്റഗറി ഉണ്ടെന്ന് വയ്ക്കുക. ആക്സസറീസിലും പല കാറ്റഗറി ഉണ്ട്. നമ്മുടെ വേരിയസ് ബ്രാൻഡാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ചെയ്യാനായിട്ട് ഈ മെയിൻ കാറ്റഗറിക്ക് ഒരു നമ്പർ കൊടുത്തു. 101, 102, 103 എന്ന 3 നമ്പർ കൊടുത്തു. അതുപോലെ തന്നെ ഓരോ സബ് കാറ്റഗറി, വുമൺസിൻ്റെ സബ് കാറ്റഗറിക്ക് ഞാൻ 01, 2, 02, 03 അങ്ങനെ 09 വരെ കൊടുത്തു. അതുപോലെ തന്നെ മെൻസിൻ്റെ ബ്രാൻഡിനും ഞാൻ 01, 02, 03 ഇതേ ഒരു പാറ്റേണിൽ കൊടുത്തു. ആക്സസറീസിനും 01, 02, 03, 04, 06, 5 ഇതേ കാറ്റഗറി കൊടുത്തു. ഇനി ഞാൻ ബ്രാൻഡിന് വീണ്ടും 101, 102, 103 ഇതേ പാറ്റേണിൽ കൊടുക്കുന്നു. അതായത് വുമൺസിൻ്റെ മെയിൻ കാറ്റഗറിക്ക് ഞാനൊരു നമ്പർ ഇട്ടു, സബ് കാറ്റഗറിക്ക് ഒരു നമ്പർ ഇട്ടു, അതുപോലെ തന്നെ ഓരോ ബ്രാൻഡിനും ഒരു നമ്പർ ഇട്ടു. നമുക്ക് സബ് കാറ്റഗറി എന്തായാലും ഒരു 99ൻ്റെ അകത്തായിരിക്കും വരുന്നത്, സോ 2 അക്കം മതിയാകും. അതുപോലെ തന്നെ ബ്രാൻഡിന് ഒരു നമുക്ക് 999 ബ്രാൻഡ് ഉണ്ടെന്ന് വയ്ക്കുവാണെങ്കിലും ഇതേ ഒരു ബാർകോഡ് സിസ്റ്റത്തിൽ ഇത് വർക്കാവും. അപ്പോൾ ഞാൻ ഈ ബാർകോഡ് ഇടാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റ്, അതായത് എൻ്റെ പ്രോഡക്റ്റ് വുമൺസിൻ്റെ അകത്ത് വരുന്ന ഒരു ടീഷർട്ടാണെന്ന് വയ്ക്കുക. വുമൺസിൻ്റെ അകത്ത് വരുന്ന വിബ ബ്രാൻഡിൻ്റെ ഒരു ടീഷർട്ടാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വുമൺസിൻ്റെ, അതായത് 101 എന്ന കോഡ് കൊടുത്തു, ഒരു ഹൈഫൺ ഇട്ടു. ടീഷർട്ടിന് വേണ്ട കോഡ് 01 ആണ്, ആ കോഡ് കൊടുത്തു. അതായത് ഒരു ഹൈഫൺ ഇട്ടിട്ട് ബ്രാൻഡിൻ്റെ കോഡ് വിബായ്ക്ക് വരുന്നത് 101 ആണ്, ആ ഒരു കോഡ് കൊടുത്തു, ഒരു ഹൈഫൺ ഇട്ടു. ഞാൻ 0001 എന്ന് കൊടുത്തു. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ മാർക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 9999 പ്രോഡക്റ്റ് വരെ നമുക്ക് ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം, ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ. അതുപോലെ മെന്നിൻ്റെ ഒരു പ്രോഡക്റ്റ് വരുവാണെങ്കിൽ 102 എന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു ഹൈഫൺ, അതിലൊരു ടീഷർട്ട് തന്നെയാണെങ്കിൽ വീണ്ടും 01 കൊടുക്കും, ഹൈഫൺ കൊടുക്കുക. ആൻഡ് ബ്രാൻഡ് ആണെങ്കിൽ 103 ഹൈഫൺ 0002. അതായത് ഇതേ പാറ്റേണിൽ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഞാനിത് എളുപ്പത്തിനായിട്ടൊരു ഹൈഫൺ ഇട്ടിട്ട് നമ്മൾ ആ ബാർകോഡിൽ ഒരിക്കലും ഒരു ഹൈഫൺ വരില്ല. ബാർകോഡ് ഒരു 12 ഡിജിറ്റ് ആയിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഷോപ്പിഫൈയിലെ ഒരുവിധം ആപ്പുകളും ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ബാർകോഡ് വെച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് ബാർകോഡ് സ്കാനർ അല്ലെങ്കിൽ ബാർകോഡ് ലേബൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ എളുപ്പമുള്ളൊരു ആപ്പുണ്ട്. ആപ്പിൻ്റെ പേരാണ് റീറ്റെയിൽ ബാർകോഡ് ലേബൽ. ആപ്പിൻ്റെ പേര് റീറ്റെയിൽ ബാർകോഡ് ലേബൽ. ഇത് നമ്മുടെ ഷോപ്പിഫൈ ആപ്പിൻ്റെ അകത്തുള്ളതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഏതാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു പ്രിൻറ്റിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ ഏതൊരു ഫോർമാറ്റിൽ കൊടുക്കണം, സ്ക്വയർ ആണോ, നമ്മുടെ പേപ്പർ ഏതാണോ അതേ ഒരു ഫോർമാറ്റിൽ കൊടുക്കുക. ഇതിൽ ഈ സൈഡിലായിട്ട് നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെ വേണം, അതായത് പ്രൈസ് വേണോ, SKU, നമുക്ക് ഏതൊക്കെ ഒരു ആംഗിൾ, നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എല്ലാം കൊടുത്ത് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് 2 ടെംപ്ലേറ്റ് ആയിട്ട് എനിക്കിപ്പോൾ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ബൾക്കായിട്ട് ഞാൻ പ്രിൻ്റ് ലേബിൾസ് കൊടുക്കുക. ഞാനിപ്പോൾ 1, 2, 3 പ്രോഡക്റ്റ് ആഡ് ചെയ്തു. ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്തപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ എത്ര എണ്ണം വേണം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഒരു 10 കോപ്പി വേണമെങ്കിൽ 10 സെറ്റ് ചെയ്യാം. സോ 20 സെറ്റ് ചെയ്യാം. സോ 1 സെറ്റ് ചെയ്തു. ഞാൻ ആ ടെംപ്ലേറ്റും സെലക്ട് ചെയ്തു. ഇനി ഞാൻ പ്രിൻ്റ് ലേബൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു PDF ലഭിക്കും. സോ നമുക്കിത് പ്രിൻ്റ് എടുക്കാം. സോ ഇത് ബൾക്കായിട്ട് നമുക്കുള്ള ടോട്ടൽ പ്രോഡക്റ്റിനെ പ്രിൻ്റ് എടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ ബാർകോഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബൾക്ക് ബാർകോഡ് എങ്ങനെ പ്രിൻ്റ് എടുക്കാമെന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.